ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാനായിട്ട് പോവുകയാണ്. ദാറ്റ് ഈസ് ടൈപ്സ് ഓഫ് മെട്രിസസ്. There are 7 different types of matrices: column matrix, row matrix, square matrix, diagonal matrix, scalar matrix, identity matrix. അതിന് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് യൂണിറ്റ് മെട്രിക്സ്. സീറോ മെട്രിക്സ്, അതിന് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് നൾ മെട്രിക്സ്. അങ്ങനെ 7 ടൈപ്സ് ഓഫ് മെട്രിക്സസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ഓരോന്നിനെയും പരിചയപ്പെടാനായിട്ട് പോവാണ് എന്താണ് എന്നുള്ളത്. ഫസ്റ്റ് മെട്രിക്സ് കോളം മെട്രിക്സ്. എന്താണ് ഒരു കോളം മെട്രിക്സ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകണം. എ മെട്രിക്സ് ഹാവിങ് ഓൺലി 1 കോളം. പേരിൽ തന്നെ ഉണ്ട് ഇല്ലേ? എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? മെട്രിക്സ് ഹാവിങ് ഓൺലി 1 കോളം. ഒരേ ഒരു കോളം, അതായത് ഒറ്റ കോളേ പാടുള്ളൂ. ആ മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ ഇതിന് റോ ഇല്ലേ? കോളം മാത്രം കൊണ്ടാണോ ഈ മെട്രിക്സ് കൺസ്ട്രക്റ്റ് ചെയ്യണേ? അല്ല, അതിന് റോയും ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര റോസ് വേണമെങ്കിലും നമുക്കാവാം. പക്ഷേ കോളത്തിൻ്റെ കേസ് വന്നാൽ എന്താ? ഒരൊറ്റ ഒരു കോളം മാത്രമേ അതിനുണ്ടാവാനായിട്ട് പാടുള്ളൂ. എത്ര റോസ് വേണമെങ്കിലും ആവാം. അതാണ് ഒരു കോളം മെട്രിക്സിനെ പരിചയപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് ടീച്ചർ കൊടുക്കുന്നുണ്ട് താഴെ. എന്താണ്? എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് -2 ഇസ് എ കോളം മെട്രിക്സ് ഓഫ് ഓർഡർ 1/1. 1/1 ഓർഡർ ആയിട്ടുള്ള ഒരു മെട്രിക്സിന് ആയിട്ടുള്ള ഒരു കോളം മെട്രിക്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താ 1/1 ഓർഡറിൻ്റെ പ്രത്യേകത? നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? എത്ര റോസ് എത്ര കോളംസ് ഉണ്ട്? 1/1 എന്ന് പറഞ്ഞാൽ ഒറ്റൊരു റോയും ഒറ്റൊരു കോളും എന്ന് പറഞ്ഞാൽ അതിൽ എത്ര എലമെൻറ്റ് ഉണ്ടാവും? 1 × 1. നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ്, ദാറ്റ് ഈസ് 1 × 1 = 1. ഒറ്റ എലമെൻറ്റ് തന്നെയല്ലേ ഉള്ളൂ. ഏതാണ് എലമെൻറ്റ്? -2. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു റോയും ഒരു കോളും. നമ്മൾ എന്താണ് കോളം മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞത്? ഒറ്റ ഒരു കോളം മാത്രമേ പാടുള്ളൂ. ഇവിടെ കോളം ഒരെണ്ണം തന്നെയല്ലേ ഉള്ളൂ. റോ എത്ര വേണമെങ്കിലും ആവാം. 1 ആയാലും പ്രശ്നമില്ല. ഇവിടെ 1 തന്നെയാണ്. അപ്പോൾ 1/1 എന്ന് പറയുന്ന ഈ മെട്രിക്സ്, ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് -2 എന്നുള്ളത് ഏതിനൊരു എക്സാമ്പിളാണ്? കോളം മെട്രിക്സിന് എക്സാമ്പിളാണ്. അടുത്തൊരു എക്സാമ്പിൾ എന്താ എഴുതിയിരിക്കുന്നത്? ബി ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1, 2, 3 ഇസ് എ കോളം മെട്രിക്സ് ഓഫ് ഓർഡർ 3/1. ഓർഡർ വ്യത്യാസമുണ്ട് അല്ലേ? 3/1 എന്ന് പറഞ്ഞാൽ എന്താ? എത്ര റോസ് ഉണ്ട് എത്ര കോളംസ് ഉണ്ട്? 3 റോസ് ഒറ്റ ഒരു കോളം അല്ലേ? അപ്പോൾ കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റൊരു കോളം മാത്രമല്ലേ പാടുള്ളൂ. അപ്പോൾ ഇവിടെ കോളം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വെർട്ടിക്കലി നോക്കുന്നത് അല്ലേ? താഴോട്ടാണ് എഴുതിയിരിക്കുന്നത്. മെട്രിക്സ് 1, 2, 3 എന്ന് പറഞ്ഞാൽ താഴേക്കാണ് വെർട്ടിക്കൽ. അപ്പോൾ ആ ഒരൊറ്റൊരു വെർട്ടിക്കൽ ലൈനാണ് നമ്മുടെ എന്ത്? കോളം എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റൊരു കോളമേ ഉള്ളൂ. എത്ര റോസ് ഉണ്ട്? 3 റോസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹൊറിസോണ്ടൽ ലൈനിന് എവിടെയാണ്? ഫസ്റ്റ് റോയിലെ എലമെൻറ്റ് എന്താണ്? 1 മാത്രമാണ്. സെക്കൻഡ് റോയിലെ എലമെൻറ്റ് 2 മാത്രമാണ്. തേർഡ് റോയിലെ എലമെൻറ്റ് 3 മാത്രമാണ്. അപ്പോൾ ഈ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ എ കോളം മെട്രിക്സ് ബിക്കോസ് ഇറ്റ് ഹാവ് 3 റോസ് ബട്ട് ഓൺലി 1 കോളം. ഒരേ ഒരു കോളം മാത്രമേ ഉള്ളൂ. എത്ര റോസ് വേണമെങ്കിലും ആവാം. അപ്പോൾ കോളം മെട്രിക്സിൻ്റെ ഡെഫിനിഷനും കോളം മെട്രിക്സ് എന്താണെന്നും ക്ലിയർ ആയെന്ന് ടീച്ചർ വിചാരിക്കുന്നു. എന്താണ് കോളം മെട്രിക്സ്? എ മെട്രിക്സ് ഹാവിങ് ഓൺലി 1 കോളം. ക്ലിയർ ആയല്ലോ? നമുക്ക് അടുത്ത മെട്രിക്സിലേക്ക് നോക്കാം. എന്താണ് നെക്സ്റ്റ് വൺ? റോ മെട്രിക്സ്. നമ്മൾ കോളം മെട്രിക്സ് പറഞ്ഞ പോലെ തന്നെയാണ് റോ മെട്രിക്സിൻ്റെയും പ്രത്യേകത. ആ പേരിൽ തന്നെയുണ്ട് അതിൻ്റെ ഡെഫിനിഷൻ. എന്താണെന്ന് നമുക്ക് നോക്കാം. എ മെട്രിക്സ് ഹാവിങ് ഓൺലി 1 റോ. എന്താണ് ഇവിടെ പറയുന്നത്? ഒരേ ഒരു റോ മാത്രമേ പാടുള്ളൂ. അപ്പോൾ നമ്മൾ അപ്പുറത്ത് പറഞ്ഞതിൻ്റെ പ്രകാരം ഇവിടെ എങ്ങനെ പറയാം? എത്ര കോളംസ് വേണമെങ്കിലും ആവാം. കാര്യം കിട്ടിയല്ലോ? എന്താണ് റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ എക്സാമ്പിളാണ് ടീച്ചർ താഴെ കൊടുത്തിരിക്കുന്നത്. A is equal to matrix 5 is a row matrix of order 1/1. 1/1 എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റൊരു റോയും ഒറ്റൊരു കോളും. റോ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താ? ഒരേ ഒരു റോ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ശരിയല്ലേ? ഒരു റോയല്ലേ ഉള്ളൂ. കോളംസോ എത്ര വേണമെങ്കിലും ആവാം. 1 ആവാം, പ്രോബ്ലം ഇല്ല. അപ്പോൾ 1/1 എന്നുള്ള ഒരു ഓർഡറുള്ള ഒരു മെട്രിക്സ് എന്തിനും എക്സാമ്പിളാണ്? ഒരു കോളം മെട്രിക്സിന് എക്സാമ്പിളാണ്.
കാര്യം കിട്ടിയോ? രണ്ടാമത്തെ എക്സാമ്പിൾ എന്താ എഴുതിയിരിക്കുന്നത്? ബി ഇസ് ഈക്വൽ ടു മെട്രിക്സ് -2 7 3 ഇസ് എ റോ മെട്രിക്സ് ഓഫ് ഓർഡർ 1/3 എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. എങ്ങനെയാണ് ആ മെട്രിക്സ് എഴുതിയിരിക്കുന്നത്? ഒറ്റൊരു ഹൊറിസോണ്ടൽ ലൈനാണ് അല്ലേ. അപ്പോൾ അതിന് എത്ര റോ തന്നെ ഉണ്ടാവുള്ളൂ? ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഒരെണ്ണമാണ്. അപ്പോൾ ഒരേ ഒരു റോ മാത്രമേ ഉള്ളൂ. എത്ര കോളംസ് ഉണ്ട്? കോളം എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി നമ്മൾ താഴോട്ട് നോക്കുക. അപ്പോൾ എന്താണ്? -2 എന്നുള്ളത് ഫസ്റ്റ് കോളം, 7 എന്നുള്ളത് സെക്കൻഡ് കോളം ആൻഡ് 3 എന്നുള്ളത് തേർഡ് കോളം. അപ്പോൾ 3 കോളം ഉണ്ട്, പക്ഷേ ഒരേ ഒരു റോ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെന്തിന് എക്സാമ്പിളാണ്? റോ മെട്രിക്സിന് എക്സാമ്പിളാണ്. അപ്പോൾ റോ മെട്രിക്സ് ക്ലിയർ ആയല്ലോ. എന്താണ് റോ മെട്രിക്സ്? എ മെട്രിക്സ് ഹാവിങ് ഓൺലി 1 റോ. ഒരേ ഒരു റോ മാത്രമേ പാടുള്ളൂ. എത്ര കോളംസ് വേണമെങ്കിലും ആവാം. ക്ലിയർ ആയല്ലോ. വി ക്യാൻ പാസ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഈ കോളം മെട്രിക്സ് ഇപ്പോൾ നമ്മൾ എന്താണെന്ന് കണ്ടു, റോ മെട്രിക്സ് എന്താണെന്ന് കണ്ടു. അതിൽ നിന്ന് ബേസ് ചെയ്ത 1-2 നോട്ടബിൾ പോയിൻറ്റ്സ് ആണ് ടീച്ചർ അവിടെ ആ സ്ലൈഡിൽ എഴുതിയിരിക്കുന്നത്. എന്താണ് ഫസ്റ്റ് പോയിന്റ്? 1/1 matrix is both a row matrix and a column matrix. എന്താണ് എഴുതിയിരിക്കുന്നത്? 1/1 matrix is both a row and a column matrix. എപ്പോഴും 1 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്ന ഒരു പോയിൻ്റാണ് അത്. എന്താണ്? രണ്ടിനും, അതായത് റോ മെട്രിക്സിനും കോളം മെട്രിക്സിനും ഒരുപോലെ എഴുതാവുന്ന ഒരു എക്സാമ്പിളുള്ള മെട്രിക്സ് ഏതാണ്? ഏത് ഓർഡറുള്ള മെട്രിക്സ് ആണ്? 1/1. എന്താ കാരണം അങ്ങനെ പറയാനായിട്ട്? 1/1 ആണ് ഇസ് ബോത്ത് റോ ആൻഡ് കോളം മെട്രിക്സ് എന്ന് പറയാൻ കാരണം എന്താ? റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ ഒരു റോ മാത്രമേ പാടുള്ളൂ. ഇവിടെ റോൻ്റെ സ്ഥാനത്ത് തന്നെയാണ് ഒരേ ഒരു റോ 1. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പഠിച്ചേ? ഓൺലി 1 കോളം, ഒരേ ഒരു കോളം മാത്രമേ പാടുള്ളൂ. ഇവിടെ കോളത്തിൻ്റെ നമ്പർ 1 അല്ലേ. അപ്പോൾ 1/1 എന്ന് പറയുന്ന മെട്രിക്സ് എന്തിന് എക്സാമ്പിളാണ്? ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ബോത്ത് റോ മെട്രിക്സ് ആൻഡ് എ കോളം മെട്രിക്സ്. ക്ലിയർ ആയല്ലോ ആ പോയിന്റ്? ഓക്കെ, വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പോയിന്റ്. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? എ മെട്രിക്സ് ഓഫ് ഓർഡർ 1/n as എ റോ മെട്രിക്സ്. റോ മെട്രിക്സിനെ റെപ്രസെൻ്റ് ചെയ്യാവുന്ന ഒരു ജനറൽ ഫോമാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? 1/n. എന്താ അതിൻ്റെ അർത്ഥം? റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ക്ലിയർ അല്ലേ, നമുക്കറിയാവുന്നതാണ്. ഒരേ ഒരു റോ മാത്രമേ പാടുള്ളൂ. എത്ര കോളംസ് വേണമെങ്കിലും ആവാം. അപ്പോൾ റോയിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് അവിടെ എഴുതിയിരിക്കുന്ന 1. എന്നിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? കോളമാണ്. കാരണം ഇറ്റ് മേ വാരി, നമുക്ക് എത്ര കോളം വേണമെങ്കിലും ആവാം. അപ്പോൾ റോ മെട്രിക്സിനെ സൂചിപ്പിക്കുന്ന ജനറൽ ഫോം എന്താണ്? 1/n. അപ്പോൾ എവിടെയായാലും 1/n മെട്രിക്സ് എന്ന് കണ്ടാൽ ക്ലിയർലി നമുക്ക് എന്ത് പറയാം? അതൊരു റോ മെട്രിക്സ് ആണ്. കാരണം ഒരേ ഒരു റോ മാത്രം, എത്ര കോളംസ് വേണമെങ്കിലും ആവാം. തേർഡ് പോയിന്റ് എന്താണ്? സിമിലർ ടു ദ സെക്കൻഡ് പോയിന്റ് അല്ലേ. എ മെട്രിക്സ് ഓഫ് ഓർഡർ n/1 is a കോളം മെട്രിക്സ്. എന്താണ്? ഇനി നിങ്ങൾക്ക് തന്നെ പറയാം അത് അല്ലേ. എന്താണ് എഴുതിയിരിക്കുന്നത്? കോളം മെട്രിക്സിൻ്റെ ഒരു ജനറൽ ഫോമാണ് എഴുതിയിരിക്കുന്നത് n/1. കോളം മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താ? ഒരൊറ്റൊരു കോളം മാത്രമേ ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. ഇവിടെ കോളത്തിൻ്റെ സ്ഥാനത്ത് എന്ത് തന്നെയാണ്? 1. റോഡ് സ്ഥാനത്ത് എന്താ എഴുതിയിരിക്കുന്നത്? n എന്ന് പറയുന്നത് എന്താ? എത്ര റോസ് വേണമെങ്കിലും അതിൽ ഉണ്ടാവാം. ഇറ്റ് മേ വാരി അല്ലേ, വാരി ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ n എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 3 പോയിൻറ്റ്സും ക്ലിയർ ആയല്ലോ. എന്തൊക്കെയാണ് പറഞ്ഞത്? 1/1 എന്നുള്ള മെട്രിക്സ് ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ബോത്ത് റോ ആൻഡ് എ കോളം മെട്രിക്സ്. രണ്ടാമത്തെ എന്താ? ഒരു റോ മെട്രിക്സിൻ്റെ ജനറൽ ഫോം എന്താണ്? 1/n ആണ്. ഒരു കോളം മെട്രിക്സിൻ്റെ ജനറൽ ഫോം എന്താണ്? n/1 ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, വി ക്യാൻ മൂവ്. അടുത്തത് നമ്മൾ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് മെട്രിക്സിനെയാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇറ്റ് ഈസ് സ്ക്വയർ മെട്രിക്സ്. എന്താണ് ഒരു സ്ക്വയർ മെട്രിക്സ്? എ മെട്രിക്സ് ഇൻ വിച്ച് നമ്പർ ഓഫ് റോസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. എളുപ്പമാണ് അല്ലേ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു മെട്രിക്സിലെ അതിൻ്റെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയാൽ മാത്രമേ ആ മെട്രിക്സ് എന്താവുള്ളൂ? സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുള്ളൂ. എന്താണ് ഈ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ എന്ന് പറയുന്നത്? നമ്പർ ഓഫ് റോസ് 1 ആണെങ്കിൽ കോളംസും എന്തായിരിക്കണം? ഒരെണ്ണേ ഉണ്ടാവാൻ പാടുള്ളൂ. നമ്പർ ഓഫ് റോസ് 2 ആണെങ്കിൽ കോളത്തിൻ്റെ നമ്പർ എന്തായിരിക്കണം? 2 ആയിരിക്കണം. നമ്പർ ഓഫ് റോസ് 3 ആണെങ്കിൽ കോളത്തിൻ്റെ നമ്പറും 3. അതാണ് പറയുന്നത്. നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വലായാൽ മാത്രമേ ആ മെട്രിക്സ് എന്തെന്ന് പറയുള്ളൂ? സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുള്ളൂ. സെക്കൻഡ് പോയിന്റ് എന്താ എഴുതിയിരിക്കുന്നത്? m/n മെട്രിക്സ് ഇസ് എ സ്ക്വയർ മെട്രിക്സ്. ഒരു ജനറലൈസ് ചെയ്ത് പറയുകയാണ്. ഒരു m/n മെട്രിക്സിനെ എപ്പോഴാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്?
ഇഫ് കണ്ടീഷൻ എന്താണ് എം ഇസ് ഈക്വൽ ടു എൻ. എന്താണ് എമ്മും എന്നും നമ്മൾ ഓർഡർ എഴുതിയപ്പോൾ പറഞ്ഞതാണ് അല്ലേ. എം എന്ന് പറയുന്നത് എന്താ റോസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്ററാണ്. എൻ എന്ന് പറയുന്നത് എന്താ കോളത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്ററാണ്. അപ്പോൾ എം ഇസ് ഈക്വൽ ടു എൻ എന്ന് പറയുന്നത് എന്താ നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് എന്ന കണ്ടീഷൻ ഓക്കെ ആയാൽ മാത്രമേ ഒരു എം ബൈ എൻ മെട്രിക്സ് എന്തെന്ന് പറയുള്ളൂ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുള്ളൂ. അവിടെ ടീച്ചർ അവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് 1/1 ഓർഡർ ആയിട്ടുള്ള മെട്രിക്സ് അത് എന്താണ് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. കാരണം എന്താ റോയും 1 കോളം 1 ഈക്വൽ ആണ്. സോ ഇറ്റ് ഇസ് എ സ്ക്വയർ മെട്രിക്സ്. രണ്ടാമത്തെ എന്താ 2/2 ഓർഡർ ആയിട്ടുള്ള ഒരു മെട്രിക്സ്. നമ്പർ ഓഫ് റോസ് 2 ആണ്, നമ്പർ ഓഫ് കോളംസ്. അപ്പോൾ 2/2 മെട്രിക്സ് എന്തിന് എക്സാമ്പിളാണ് ഒരു സ്ക്വയർ മെട്രിക്സിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് എന്താ 3/3 ഓർഡറുള്ള ഒരു മെട്രിക്സ്. നമ്പർ ഓഫ് റോസ് 3 ആണ്, നമ്പർ ഓഫ് കോളംസ് 3 ആണ്. അപ്പോൾ അതും സ്ക്വയർ മെട്രിക്സിന് എക്സാമ്പിൾ. അപ്പോൾ സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ 1/1 2/2 3/3 4/4 അങ്ങനെയുള്ള സെയിം നമ്പർ ഓഫ് റോസും കോളംസ് ഈക്വൽ ആയിട്ടുള്ള ഓർഡറുള്ള മെട്രിക്സുകളായാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്ക്വയർ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. എന്താണ് ഫസ്റ്റ് എക്സാമ്പിൾ A is equal to matrix 5 is a square matrix of order 1/1. 1/1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒറ്റൊരു എലമെൻറ്റേ ഉണ്ടാവുള്ളൂ. അതേതാണ് മെട്രിക്സ് 5 ആണ്. അപ്പോൾ റോയും 1 ആണ്, കോളം 1 ആണ്, ഒറ്റ എലമെൻറ്റ്. അപ്പോൾ അതെന്തിന് എക്സാമ്പിളാണ് സ്ക്വയർ മെട്രിക്സിന് എക്സാമ്പിളാണ്. രണ്ടാമത്തെ B is equal to matrix 2 3 1 0 is a square matrix of order 2/2. നിങ്ങൾ നോക്കിയാൽ ആ മെട്രിക്സിന് എത്ര റോസ് ഉണ്ട് എത്ര കോളംസ് ഉണ്ടെന്ന് നോക്കിയേ. റോ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ട് പോകുന്നത് 2 അല്ലേ. എത്ര കോളംസ് വെർട്ടിക്കലായിട്ട് എത്ര എണ്ണം പോകുന്നുണ്ട് 2 ആണ്. അപ്പോൾ നമ്പർ ഓഫ് റോസും കോളംസും ഈക്വൽ ആണ്. അപ്പോൾ അതെന്തിന് എക്സാമ്പിളാണ് ഒരു സ്ക്വയർ മെട്രിക്സിന് എക്സാമ്പിളാണ്. മൂന്നാമത്തെ എന്താ ഒരു 3/3 ഓർഡർ മെട്രിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. C is equal to matrix 1 0 1 2 3 - 1 7 5 2 is a square matrix of order 3/3. 3 റോസും ഉണ്ട് 3 കോളംസും ഉണ്ട്. സോ ഇറ്റ് ഇസ് എ സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സിൻ്റെ കൺസെപ്റ്റ് ഓക്കെ ആണെന്ന് ടീച്ചർ വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് മെട്രിക്സിലേക്ക് കടക്കുന്നതിന് മുൻപ് അതിനെക്കുറിച്ചൊരു ചെറിയ കാര്യം നമ്മൾ അറിയണം. എന്നാലേ ആ മെട്രിക്സിലേക്ക് കടക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ആ ടോപ്പിക്കാണ് എന്ത് ഡയഗണൽ എലമെൻറ്റ്സ്. എന്താണ് ഡയഗണൽ എലമെൻറ്റ്സ്? ഡയഗണൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ താഴെയുള്ള ക്ലാസ്സുകളിൽ തന്നെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിൽ ഡയഗണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു എന്താണ് കോർണറിൽ നിന്ന് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കോർണറിലേക്ക് നമ്മൾ വരയ്ക്കും. ഈ ക്വാഡ്രിലാറ്ററലൊക്കെ നമ്മൾ ഇഷ്ടം പോലെ എന്ത് കണ്ടിട്ടുണ്ട് ഡയഗണൽ കണ്ടിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ ഡയഗണൽ എന്ന പേര് നമുക്കറിയാം. അപ്പോൾ എന്തായിരിക്കും ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. If A is a square matrix, then the elements A11, A22, A33, etc. ANN are called എന്താണ് ഡയഗണൽ എലമെൻറ്റ്സ്. അപ്പോൾ എന്താണ് ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ A11, A22, A33 എങ്ങനെയുള്ള എലമെൻറ്റ്സ് ആണ്. എന്താണ് ഈ A11, A22, A33 മറന്നോ? നമ്മൾ തുടക്കത്തിലെ മെട്രിക്സ് പറഞ്ഞപ്പോൾ തുടക്കത്തിലെ ജനറൽ ഫോം ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വലിയൊരു മെട്രിക്സ് വരച്ചിട്ട് A11, A12, A13, A21, A22, A33 എന്ന് പറഞ്ഞാൽ വലിയൊരു മെട്രിക്സ്. മറന്നു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട്ബുക്ക് ഒന്ന് റീകോൾ ചെയ്യുക ആ ഭാഗം, അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. അപ്പോൾ അതിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ A11 എന്ന് പറഞ്ഞാൽ ഏത് പൊസിഷനിലാണ് കിടക്കുന്ന എലമെൻറ്റാണ്? ഫസ്റ്റ് എലമെൻ്റ് ആണ് അല്ലേ. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിൽ കിടക്കുന്ന എലമെൻറ്റ്. A22 എന്ന് പറയുന്നത് എന്താ? സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളത്തിൽ കിടക്കുന്ന എലമെൻറ്റ്. A33 എന്ന് പറയുന്നത് എന്താണ്? തേർഡ് റോയിലെ തേർഡ് കോളത്തിൽ കിടക്കുന്ന എലമെൻറ്റ്. അങ്ങനെയുള്ള എലമെൻറ്റ്സുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. കാരണം എന്താ? ഈ A11, A22, A33 എന്ന് പറയുന്നത് എന്താ? നമ്മൾ മെട്രിക്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഡയഗണൽ ഷേപ്പിൽ വരുന്ന ഒരു കോർണറിൽ നിന്ന് ഓപ്പോസിറ്റ് കോർണറിലേക്ക് വരുന്ന ആ ഒരു പാത്തിൽ കിടക്കുന്ന എലമെൻറ്റ്സ് ആണ് ഈ A11, A22, A33. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്? ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. അതാണ് അവിടെ പറയുന്നത്. ഈ A is a square matrix, then the elements A11, A22, A33, etc. അങ്ങനെ വരുന്ന എല്ലാ എലമെൻറ്റ്സിനെയും നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നു. ഇനി ഈ എലമെൻറ്റ്സ് ഒക്കെ ഒരു ലൈനിലാവും കിടക്കുന്നുണ്ടാവും അല്ലേ. നമ്മൾ മെട്രിക്സിനെ സൂചിപ്പിച്ച് എഴുതുമ്പോൾ ഇതൊക്കെ ഒരു ലൈനിലാവും കിടക്കുന്നത്. ആ ലൈനിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? മെയിൻ ഡയഗണൽ ഓഫ് ദ മെട്രിക്സ് എന്ന് വിളിക്കുന്നു. ദ ലൈൻ അലോങ് വിച്ച് ദേ ലൈൻ, ഈ എലമെൻറ്റ്സ് കിടക്കുന്ന ആ ലൈനിനെ ആ പാത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? മെയിൻ ഡയഗണൽ ഓഫ് ദ മെട്രിക്സ് എന്ന് വിളിക്കുന്നു.
എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇൻ എ ഇസ് ഈക്വൽ ടു ഒരു മെട്രിക്സ് ടീച്ചർ അവിടെ തന്നിട്ടുണ്ട്. എന്താണ് മെട്രിക്സ്? 1 4 1 2. അതെന്ത് മെട്രിക്സ് ആണ്? നമുക്ക് കണ്ടാൽ അറിയാം. ഇറ്റ് ഇസ് ക്ലിയർലി എ സ്ക്വയർ മെട്രിക്സ് ആണ്. കാരണം 2x2 ഓർഡർ ആണ്. നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ഇറ്റ് ഇസ് എ 2x2 ഓർഡറുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിലെ ദ എലമെൻറ്റ്സ് ഓഫ് ദ മെയിൻ ഡയഗണൽ ആർ, മെയിൻ ഡയഗണലുള്ള എലമെൻറ്റ്സ്, മെയിൻ ഡയഗണലുള്ള പൊസിഷനിലുള്ള എലമെൻറ്റ്സ് നമ്മളിപ്പോൾ കണ്ടു. ഏതാ? A11 A22 കിടക്കുന്ന ആ സ്ഥാനത്തുകൾ കിടക്കുന്ന എലമെൻറ്റ്സ് ആണ്. അപ്പോൾ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് ഇതിൽ വരിക? 1 and 2. ആ ഒരു ഡയഗണൽ കോർണറിൽ വരുന്ന എലമെൻറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. A11 A22 2x2 ആകുമ്പോൾ A11 A22 മാത്രമേ ഉണ്ടാവുള്ളൂ. 3x3 നോക്കുമ്പോഴാണ് A33 കൂടിയും വരും. ഓക്കെ, അപ്പോൾ അടുത്തൊരു മെട്രിക്സ് നോക്കിയാൽ ഈ ഇൻ ബി ഇസ് ഈക്വൽ ടു നമ്മളൊരു 3x3 ഓർഡറുള്ള ഒരു മെട്രിക്സ് ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. 1 2 -1 2 3 6 -4 2 -1. അതിൽ എലമെൻറ്റ്സ് ഓഫ് ദ മെയിൻ ഡയഗണൽ ഏതൊക്കെയാണ്? നിങ്ങൾ നോക്കിയാൽ 1 3 -1. അതായത് ആ മൂലോട് മൂലമായിട്ട്, അതായത് നമ്മളൊരു എന്താണ് റെക്റ്റാങ്കിൾ ഇപ്പോൾ ഒരു ഡയഗണൽ വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു വെർട്ടെക്സിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് വരയ്ക്കുന്ന ആ ഒരു അതിനെയാണ് നമ്മൾ ഡയഗണൽ എന്ന് പറയും. ഇവിടെയും അതുപോലെ തന്നെ ആ ഒരു പാത്തിനെ തന്നെയാണ് മെയിൻ ഡയഗണൽ എന്ന് വിളിക്കുന്നു. ആ എലമെൻറ്റ്സിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നു. കാര്യം കിട്ടിയല്ലോ? ഡയഗണൽ എലമെൻറ്റ്സ് എന്നുള്ള കൺസെപ്റ്റ് കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്ത മെട്രിക്സിലേക്ക് കിടക്കാം. ഡയഗണൽ മെട്രിക്സ്. അപ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് അറിഞ്ഞാലേ നമുക്ക് ഡയഗണൽ മെട്രിക്സ് എന്താണെന്ന് നോക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, എ സ്ക്വയർ മെട്രിക്സ് ഇസ് സെഡ് ടു ബി എ ഡയഗണൽ മെട്രിക്സ് എപ്പോഴാണ്? ഇഫ് all its non-diagonal elements are 0. പുതിയൊരു പേര് പഠിച്ചു ഇല്ലേ? എന്താണ് പഠിച്ചത്? all its non-diagonal elements are 0. എന്താണ് നോൺ ഡയഗണൽ എലമെൻറ്റ്സ്? നമ്മൾ തൊട്ട് മുൻപേ ഡയഗണൽ എലമെൻറ്റ്സിനെ പഠിച്ചു ഇല്ലേ? ഏതാ? A11 A22 A33 ഒക്കെയാണ് ഡയഗണൽ എലമെൻറ്റ്സ്. അപ്പോൾ എന്തായിരിക്കും ഈ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ? ഈ ഡയഗണൽ എലമെൻറ്റ്സ് അല്ലാത്ത ബാക്കി മെട്രിക്സിലെ എലമെൻറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ A12 ആവാം, A13 ആവാം, A21 ആവാം, A23 ആവാം, A31 ആവാം. അതൊക്കെ ഡയഗണൽ എലമെൻറ്റ്സ് അല്ലാത്ത എലമെൻറ്റ്സുകളാണ് അല്ലേ. അതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ ഡയഗണൽ എലമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? അതിൻ്റെ എല്ലാ നോൺ ഡയഗണൽ എലമെൻറ്റ്സും നിർബന്ധമായും എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഡയഗണലിൻ്റെ കേസ് പറയണില്ല. നോൺ ഡയഗണൽ എലമെൻറ്റ്സ് നിർബന്ധമായും എന്തായിരിക്കണം? 0 ആയിരിക്കണം. കാര്യം കിട്ടിയോ? നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എന്താ കൊടുത്തിരിക്കുന്നത്? എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 5 ഇസ് എ ഡയഗണൽ മെട്രിക്സ് ഓഫ് ഓർഡർ 1/1. 1/1 ഓർഡർ ആയിട്ടുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. അത് എങ്ങനെയാണ് ഡയഗണൽ ആവുക? ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ? ഓൾ ഇറ്റ്സ് നോൺ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആയിരിക്കണം. പക്ഷേ ഈ കേസിൽ എന്താ? 1/1 ഓർഡർ ആയിട്ടുള്ള എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റൊരു എലമെൻറ്റ് അതിലുണ്ടാവുള്ളൂ. അതായത് അത് ഏത് പൊസിഷനിൽ കിടക്കുന്നതായിരിക്കും? A11. ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ A11 എന്ന് പറഞ്ഞാൽ ക്ലിയർലി അത് ഏതാണ്? മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് ആണ്, ഡയഗണൽ എലമെൻറ്റ്സ് ആണ്, നോൺ ഡയഗണൽ അല്ല അല്ലേ. അപ്പോൾ അത് 0 ആവേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? 5 ആണ്. സോ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എന്ത് മെട്രിക്സ് ആണ്? ഡയഗണൽ മെട്രിക്സ് ആണ്. ക്ലിയർ ആയോ? രണ്ടാമത്തെ എക്സാമ്പിൾ എന്താ? ബി എന്ന് പറയുന്ന ഒരു 2x2 ഓർഡർ. അതായത് കാരണം നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഡെഫിനേഷനിൽ പറഞ്ഞിട്ടുണ്ട് എന്താ? എ സ്ക്വയർ മെട്രിക്സ് ഇസ് സെഡ് ടു ബി എ ഡയഗണൽ മെട്രിക്സ്. നമ്മൾ കൺസിഡർ ചെയ്യാൻ എടുക്കുന്ന മെട്രിക്സുകളെല്ലാം തന്നെ എന്തായിരിക്കണം? സ്ക്വയർ മെട്രിക്സേ എടുക്കാനായിട്ട് പാടുള്ളൂ. അതുകൊണ്ടാണ് 1/1 2x2 3x3 ഒക്കെയുള്ള സ്ക്വയർ മെട്രിക്സുകളെ മാത്രമേ നമ്മൾ പരിഗണിക്കാനായിട്ട് പാടുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ബി ഇസ് ഈക്വൽ ടു മെട്രിക്സ് 2 0 0 5 ഈസ് എ ഡയഗണൽ മെട്രിക്സ് ഓഫ് ഓർഡർ 2/2. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് ഏതാണ്? 2ഉം 5ഉം ആണ്. നമുക്കറിയാം ഡയഗണൽ എലമെൻറ്റ്സ്. അപ്പോൾ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എന്താണ്? 0 0. ഒരു ഡയഗണൽ മെട്രിക്സ് ആവണമെങ്കിലത്തെ കണ്ടീഷൻ ഓക്കെ ആയില്ലേ? എന്താ കണ്ടീഷൻ പറഞ്ഞത്? ഡയഗണൽ എലമെൻറ്റ്സിനെ നോക്കണ്ട, അത് അവിടെ ഇരുന്നോട്ടെ. നോൺ ഡയഗണൽ എലമെൻറ്റ്സ് മസ്റ്റായിട്ടും 0 ആയിരിക്കണം. ഇവിടെ 0 അല്ലേ? ഓക്കെ. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ സി ഇസ് ഈക്വൽ ടു ഒരു 3x3 ഓർഡറുള്ള ഒരു മെട്രിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 1 0 0 0 3 0 0 0 -1.
ഇതിലെ ഡയഗണൽ എലമെൻറ്റ്സ് എന്താണ്? മെയിൻ ഡയഗണലിൽ കിടക്കുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1, 3, -1. അതൊക്കെ അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് ആണ്. നമുക്കതിനെ നോക്കേണ്ട കാര്യമില്ല. നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ആണ് നിർബന്ധമായിട്ടും എന്താവേണ്ടത്? 0 ആവേണ്ടത്. നിങ്ങൾ നോക്കിയാൽ ബാക്കി എല്ലാ നോൺ ഡയഗണൽ എലമെൻറ്റ്സും 0 അല്ലേ? അപ്പോൾ ഈ തന്നിരിക്കുന്ന സ്ക്വയർ മെട്രിക്സ് എന്ത് മെട്രിക്സ് ആണ്? ഇറ്റ് ഈസ് എ ഡയഗണൽ മെട്രിക്സ്. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്താണ് ഡെഫിനിഷൻ? വി ക്യാൻ റീഡ് വൺസ് മോർ. A square matrix is said to be a diagonal matrix if all its non-diagonal elements are 0. Okay ആണല്ലോ. Next one is scalar matrix. A square matrix is said to be a scalar matrix if the diagonal elements are equal and non-diagonal elements are 0. ഇവിടെ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലേ നമ്മൾ എന്തെന്ന് പറയുള്ളൂ? സ്കേലാർ മെട്രിക്സ് എന്ന് പറയുള്ളൂ. എന്താണ് നിർബന്ധമായും പാലിക്കേണ്ട രണ്ട് കണ്ടീഷൻസ്? ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഈക്വൽ ആയിരിക്കണം. തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞതിൽ അങ്ങനെ പറഞ്ഞില്ല. നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കണം എന്നൊറ്റ കണ്ടീഷനെ നിർബന്ധം അവർ പറഞ്ഞുള്ളൂ. ഇവിടെ സ്കേലാർ മെട്രിക്സിന് അവർ രണ്ട് കണ്ടീഷൻസാണ് മുറുക്കെ പിടിക്കുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഡയഗണൽ എലമെൻറ്റ്സ് നിർബന്ധമായിട്ടും ഈക്വൽ ആയിരിക്കണം, ഈക്വൽ ആവണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. നമുക്ക് നോക്കാം എക്സാമ്പിൾസിലൂടെ. ഫസ്റ്റ് എക്സാമ്പിൾ എന്താ? A is equal to matrix 2 is a scalar matrix of order 1 by 1. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 by 1 എന്ന് പറഞ്ഞാൽ ഒറ്റൊരു എലമെൻറ്റേ ഉണ്ടാവാൻ പാടുള്ളൂ. ദാറ്റ് മീൻസ് അത് ഏത് പൊസിഷനിലുള്ള എലമെൻറ്റാണ്? A11. ഫസ്റ്റ് എലമെൻറ്റ് മീൻസ് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ് A11 എന്ന് പറഞ്ഞാൽ അത് എന്ത് എലമെൻറ്റാണ്? ഡയഗണൽ എലമെൻ്റ് ആണോ നോൺ ഡയഗണൽ എലമെൻ്റ് ആണോ? ഡയഗണൽ എലമെൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഡയഗണൽ എലമെൻറ്റ് ഈ സ്കേലാർ ആവണമെങ്കിൽ എന്താ പ്രത്യേകത? ഈക്വൽ ആവണമെന്ന് പറഞ്ഞു. ഇവിടെ ഒറ്റൊരു എലമെൻറ്റേ ഉള്ളൂ, ദാറ്റ് ഈസ് 2. സോ അതിന് വേറെ നമുക്ക് നോക്കാൻ എലമെൻറ്റ്സ് ഇല്ല. സോ അതെന്തായി? സ്കേലാർ മെട്രിക്സിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇനി 2 by 2 നോക്കിയാൽ നിങ്ങൾക്ക് അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും കൺസെപ്റ്റ്. -3, 0, 0, -3 is a scalar matrix of order 2 by 2. ഇവിടെ എന്താണ്? ഡയഗണൽ എലമെൻറ്റ്സ് ഏതാ? -3, -3. അത് ഈക്വൽ ആണല്ലോ. ഈക്വൽ ആവണമെന്ന് പറഞ്ഞിട്ട് ഒരേ സംഖ്യകളെ പാടുള്ളൂ. -3, -3 ഈക്വൽ ആണ് അല്ലേ? നോൺ ഡയഗണൽ എലമെൻറ്റ്സോ 0 ആണ്. രണ്ട് കണ്ടീഷൻ നോക്കിയാൽ അപ്പോൾ ഈ തന്നിരിക്കുന്ന സ്ക്വയർ മെട്രിക്സ് 2 by 2 ഓർഡറുള്ള മെട്രിക്സ് എന്തെന്ന് പറയും? സ്കേലാർ മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ രണ്ട് കണ്ടീഷനും കിട്ടിയില്ലേ? ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഈക്വൽ ആയിരിക്കണം, നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കണം. സോ ഇറ്റ് വിൽ ബി എ സ്കേലാർ മെട്രിക്സ്. മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കിയാൽ C is equal to 3 by 3 ഓർഡറുള്ള ഒരു മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. 1, 0, 0, 0, 1, 0, 0, 0, 1. ഇതിന് ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താ? എല്ലാം ഈക്വൽ ആണ്, 1 ആണ് അല്ലേ? ബാക്കി നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം എന്തായി? 0 ആയി. സോ ഇറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ സ്കേലാർ മെട്രിക്സ്. കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ ഇസ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓർ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് യൂണിറ്റ് മെട്രിക്സ്. നമ്മൾ ഐഡൻറ്റിറ്റി, യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു എലമെൻ്റ് ഉണ്ട് ഇല്ലേ? ഐഡൻറ്റിറ്റി, യൂണിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പൊതുവേ പറയുന്ന എലമെൻറ്റ് ഏതാ? 1 ആണ് അല്ലേ? അപ്പോൾ നമുക്കതിനെ ഡെഫിനേഷൻ നോക്കാം. എ സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് the elements in the main diagonal are all ones. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പേര് എന്തെന്ന് പറഞ്ഞത്? ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ അതർ എലമെൻറ്റ്സ് ആർ 0. ഇവിടെയും രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ സ്കേലാർ പറഞ്ഞ പോലെ തന്നെ ഐഡൻറ്റിറ്റി മെട്രിക്സിലും സാറ്റിസ്ഫൈ ചെയ്യാൻ രണ്ട് കണ്ടീഷനുണ്ട്. എന്താണ്? ഫസ്റ്റ് കണ്ടീഷൻ, മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ്, അതായത് നമ്മുടെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം മസ്റ്റായിട്ടും 1 ആയിരിക്കണം. നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എന്താണ്? 0 ആയിരിക്കണം. നമുക്ക് നോക്കാം എക്സാമ്പിളിലൂടെ. പിന്നെ ഒരു കാര്യം കൂടി ഇതിൽ പറയാനുള്ളത്, നമ്മൾ മെട്രിക്സ് പൊതുവേ പറയുമ്പോൾ ടീച്ചർ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഇംഗ്ലീഷ് ലെറ്റേഴ്സിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ച് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. ABC എന്ന് പറഞ്ഞ് നമുക്ക് മെട്രിക്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യാം.
ഇവിടെ ഒരു ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയതുകൊണ്ട് നമ്മളെ അതിനെ ഒരു കോമൺ ലെറ്റർ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഐ എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് മാത്രമേ നമുക്കതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ ഒരു പോയിൻ്റ് കൊണ്ട് ടീച്ചർ അവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇസ് ഡിനോട്ടഡ് ബൈ ഐ എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. അപ്പോൾ ഐ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അത് എന്ത് മെട്രിക്സ് ആണ്, ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സിന് സാറ്റിസ്ഫൈ ചെയ്യേണ്ട രണ്ട് കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 1 ആയിരിക്കണം, നോൺ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആയിരിക്കണം. വി ക്യാൻ ലുക്ക് ദ എക്സാമ്പിൾസ്. ഫസ്റ്റ് എന്താ എഴുതിയിരിക്കുന്നത്? ഐ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 1 ഇസ് എൻ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 1 by 1. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 by 1 ഓർഡർ ആയിട്ടുള്ള മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി 1 എലമെൻറ്റ്, ഒരേ ഒരു എലമെൻറ്റേ ഉണ്ടാവുള്ളൂ. A11 പൊസിഷനിൽ കിടക്കുന്ന എലമെൻ്റ് ആണ്. അത് നമ്മുടെ മെയിൻ ഡയഗണൽ എലമെൻ്റ് ആണ്. മെയിൻ ഡയഗണൽ എലമെൻ്റ് എല്ലാം എന്തായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 1 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ 1 അല്ലേ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ കണ്ടീഷൻസ് ക്ലിയർ അല്ലേ? സോ അതെന്തിന് എക്സാമ്പിളാണ്? ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് മെട്രിക്സിൻ്റെ എക്സാമ്പിളാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ എന്താ കൊടുത്തിരിക്കുന്നത്? ഐ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 1 0 0 1 ഇസ് എൻ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2 by 2. നോക്കിയേ, നിങ്ങൾ രണ്ട് കണ്ടീഷനും ഓക്കെ അല്ലേ? നോക്കിയേ, മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 1 ആയിരിക്കണം, നോൺ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആയിരിക്കണം. രണ്ടും ക്ലിയർ അല്ലേ? സോ ഇറ്റ് ഈസ് ഓൾസോ എൻ എക്സാമ്പിൾ ഫോർ ഐഡൻറ്റിറ്റി മെട്രിക്സ്. മൂന്നാമത്തെ എക്സാമ്പിൾ എന്താ കൊടുത്തിരിക്കുന്നത്? ഒരു 3 by 3 ഓർഡറുള്ള മെട്രിക്സ് ആണ്. ഐ ഇസ് ഈക്വൽ ടു 1 0 0 0 1 0 0 0 1. മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം എന്താണ്? 1 ആണ്, ബാക്കി നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ആണ്. അപ്പോൾ കൺസെപ്റ്റ് ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. എന്താണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ യൂണിറ്റ് മെട്രിക്സ്? ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് സീറോ മെട്രിക്സ് ഓർ അതിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് നൾ മെട്രിക്സ്. സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട് ഇല്ലേ? നമുക്ക് പ്രത്യേകിച്ച് അതിനെ ഡിഫൈൻ ചെയ്ത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണ് സീറോ മെട്രിക്സ്? മെട്രിക്സ് ഇൻ വിച്ച് ഓൾ ദ എലമെൻറ്റ്സ് ആർ സീറോസ്. അതിലുള്ള എല്ലാ എലമെൻറ്റ്സും തന്നെ എന്തായിരിക്കണം? 0 ആയിരിക്കണം. വേർതിരിവില്ല. ഡയഗണൽ എലമെൻറ്റ്സ് ഇങ്ങനെയായിരിക്കണം, നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ഇങ്ങനെയായിരിക്കും, അങ്ങനെയൊന്നും പ്രത്യേകതയില്ല. സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവ്രി എലമെൻറ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ ആണല്ലോ. ഇവിടെയും ഈ മെട്രിക്സിനും ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള ലെറ്ററിനൊരു പ്രത്യേകതയുണ്ട്. 0 എന്ന് പറഞ്ഞാൽ അതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ? O എന്ന ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് നമ്മൾ പൊതുവേ സീറോ മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതാണ് ടീച്ചർ അവിടെ എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ O. ഇനി അതിനെ താഴെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഫസ്റ്റ് മെട്രിക്സ് എന്താ? മെട്രിക്സ് 0 1 by 1 ഓർഡറുള്ള ഒരു മെട്രിക്സ് ആണ്. അതിൽ ഒറ്റൊരു എലമെൻറ്റേ ഉള്ളൂ. ആ എലമെൻറ്റ് ഏതാണ്? 0 ആണ്. സോ ഇറ്റ് ഇസ് എ സീറോ മെട്രിക്സ്. രണ്ടാമത്തെ എന്താ? എന്ത് ഓർഡറാണ് അത് കൊടുത്തിരിക്കുന്നത്? എന്ത് ഓർഡറാണ്? എത്ര റോസ് എത്ര കോളംസ് ഉണ്ടെന്ന് നോക്കി ഓർഡർ പറഞ്ഞ് നമുക്ക് ഓർഡർ പറയാനിപ്പോൾ പറയും പറ്റും. എത്ര റോസ് ഉണ്ട്? ഓൺലി 1 റോ. ഒരു ഹൊറിസോണ്ടൽ ലൈൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു റോ എത്ര കോളം ഉണ്ട്? 2 കോളം ഉണ്ട് അല്ലേ? അപ്പോൾ 1 by 2 ഓർഡറുള്ള മെട്രിക്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ എലമെൻറ്റ്സ് എന്താ? എല്ലാം 0 ആണ്. സോ ഇറ്റ് ഇസ് എ സീറോ മെട്രിക്സ്. അടുത്തത് എന്താ? ഒരു 2 by 2 ഓർഡറുള്ള ഒരു മെട്രിക്സ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? 2 റോസും 2 കോളംസും. ആ എലമെൻറ്റ്സ് എല്ലാം എന്താണ്? ഇറ്റ് ഓൾ ദി എലമെൻറ്റ്സ് ആർ സീറോസ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് ഒക്കെ എന്താണ്? ആർ സീറോ മെട്രിക്സസ് വിത്ത് ഡിഫറെൻറ്റ് ഓർഡേഴ്സ് അല്ലേ? ആദ്യത്തെ ഏതാ ഓർഡർ? 1 by 1 ആണ്. രണ്ടാമത്തെ ഓർഡർ 1 by 2 ഓർഡറുള്ള മെട്രിക്സ് ആണ് ടീച്ചർ എഴുതിയിരിക്കുന്നത്. മൂന്നാമത്തെ എന്താ? 2 by 2. ഇവിടെ എന്താ? സ്ക്വയർ മെട്രിക്സ് ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഏത് ഓർഡർ വേണമെങ്കിലും നമുക്ക് ആവാം. 1 by 1 ആവാം, 1 by 2 ആവാം, 2 by 2 ആവാം, 3 by 3 ആവാം, സ്ക്വയറും ആവാം, അല്ലാത്ത ഓർഡേഴ്സും ആവാം. പ്രത്യേകത എന്താണ്? സീറോ മെട്രിക്സ് ആവണമെങ്കിൽ എല്ലാ എലമെൻറ്റ്സും എന്തായിരിക്കണം? 0 ആയിരിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ടീച്ചർ ഇത്രയും പറഞ്ഞ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് 7 ടൈപ്സ് ഓഫ് മെട്രിക്സസ് ആണ് ഉള്ളത്. അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോസ് കാണാം. എന്നിട്ടും ഇനിയും ഏതെങ്കിലും ടൈപ്സ് ഓഫ് മെട്രിക്സസിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ട് എങ്കിൽ ടീച്ചറിൻ്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.